Hi dear friends, welcome back to our channel Renu Honey Rose Beauty World. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടൊരു വീഡിയോ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് നിങ്ങളെല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. ഹെയർ പകുതി ഹെയർ കേളി ഹെയർ ആണ്, ബാലൻസ് സ്ട്രെയിറ്റ് ആണ് കിടക്കുന്നത്. അത് ഓൾറെഡി നേരത്തെ 1 ഇയറിന് മുന്നേ അവർ ഹെയർ സ്മൂത്തനിങ് ചെയ്തൊരു ഹെയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് റീടച്ച് ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ റീടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമുക്ക് ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ പ്രൊസീജിയറിലും സെയിം തന്നെയാണ്, ഇതിൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയറിൽ ഓയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മുടെ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻസോയുടെ ഷാമ്പു ആണ്, ലോറിയലിൻ്റെ കമ്പനിയാണ്. അപ്പോൾ വേറെ ഏത് കമ്പനിയുടെ ഷാമ്പു ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് വൺ ഷാമ്പു നന്നായിട്ട് ഉപയോഗിക്കുക. വാഷ് ചെയ്യാനായിട്ട് ആ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ലോറിയലിൻ്റെതായതുകൊണ്ട് എക്സ്റ്റെൻസോ ഷാമ്പു ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒറ്റ വാഷിൽ തന്നെ ഓയിൽ പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വട്ടം കൂടി വാഷ് ചെയ്യുക. ചിലപ്പോൾ 2 വട്ടം 3 വട്ടം ഒക്കെ ചെയ്യേണ്ടി വരും. നന്നായിട്ട് വാഷ് ചെയ്ത് ഓയിൽ കംപ്ലീറ്റ് പോയി നമുക്ക് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാനിവിടെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഡ്രയർ ഉപയോഗിച്ച് മുടി ഒന്ന് ഡ്രൈ ചെയ്യുക. അപ്പോൾ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് നമ്മൾ ഡ്രൈ ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു 80% വരെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നന്നായിട്ട് കോംബ് ചെയ്ത് അതിൻ്റെ ജടയെല്ലാം കളയുക. കളഞ്ഞതിന് ശേഷം സെക്ഷൻ ടു സെക്ഷനായിട്ട്, അതായത് ഇയർ സെക്ഷനായിട്ടും അതുപോലെ തന്നെ ബാക്ക് സെക്ഷനായിട്ടും അങ്ങനെ 4 സെക്ഷൻ നമ്മൾ സെക്ഷൻ തിരിച്ച് ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ജസ്റ്റ് സ്പീഡപ്പായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇയർ ടു ഇയർ സെക്ഷൻ എടുത്ത് ക്ലിപ്പ് ചെയ്യുക. ക്ലിപ്പ് ചെയ്ത് ശേഷം വേണം നമുക്കിനി ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഹെയറിലായിരുന്നാലും, ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വേവി ഹെയർ ആണ്, ഒരു കേളി ഹെയർ ആണിത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലോറിയലിൻ്റെ തന്നെ ഒലിയ ഷേപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസോയുടെ സ്മൂത്തനിങ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ഉപയോഗിച്ചാണ് ഞാനിവിടെ ഹെയറിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ക്രീം ആപ്ലിക്കേഷന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരിക്കണം. ഗ്ലൗസ് ഉപയോഗിച്ച് വേണം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത്, നമ്മുടെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ഒരു 1 ഇഞ്ച് വിട്ടിട്ട് വേണം, സ്കാൽപ്പിൽ നിന്നും 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളെപ്പോഴും ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചെങ്കിലും വിട്ടിട്ട് വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും സ്കാൽപ്പിൽ ഈ ക്രീം തട്ടാൻ പാടുള്ളതല്ല. പിന്നെ വേറൊന്നെന്ന് പറയുന്നത്, ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടിരിക്കുന്ന ഹെയറിൽ ഞാൻ ക്രീം അപ്ലൈ ചെയ്യുന്നില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഓൾറെഡി ഇത് റീടച്ച് ചെയ്യുന്ന ഹെയർ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ റീഗ്രോത്ത് ആയ, അതായത് പ്യുവറായിട്ടുള്ള ഹെയറിൽ മാത്രമേ നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നുള്ളൂ. അതും കുറച്ച് 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ക്രീം ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ച് നന്നായിട്ട് ഹെയറിലേക്ക് ഈ ക്രീമിനെ പെനട്രേറ്റ് ചെയ്ത് വിട്ടുകൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ക്രീം ഹെയറിലോട്ട് നന്നായിട്ട് പെനട്രേറ്റ് ആയി പ്രോസസ്സിങ് നടക്കത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന, അതായത് സ്മൂത്തനിങ് ചെയ്തിരിക്കുന്ന ആ സെക്ഷനിലോട്ട് പിന്നെ ക്രീം ആപ്ലിക്കേഷൻ ഒരിക്കലും ചെയ്യാൻ പോകരുത്. അപ്പോൾ അത് ഞാനിപ്പോൾ 1 സൈഡ് ഫുള്ള് ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിൽ അടുത്ത സൈഡിലാണ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ക്രീമൊന്നും ശരിക്കും വാരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചിട്ടിട്ട് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് ഹെയറിലേക്ക് അബ്സർവ് ചെയ്താൽ മാത്രം മതി. പിന്നെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കോംബ് ഉപയോഗിച്ച് കോംബ് ചെയ്യാം. കോംബ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ കിടക്കും. അപ്പോൾ ഇങ്ങനെ വേണം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പാർട്ട് 2 വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിൻ്റെ വാഷിങ്ങും എങ്ങനെയാണ് അതിൻ്റെ അയണിങ്ങും ഒക്കെ ഉള്ളതെല്ലാം ഞാൻ ഓരോ സെക്ഷനായിട്ട് കാണിക്കാം. ചിലപ്പോൾ 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ ഈ ലെവലിൽ വേണം നമ്മൾ എപ്പോഴും ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്.
പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് റീടച്ച് ചെയ്യുന്ന ഹെയർ ആണ്. അപ്പോൾ ഓൾറെഡി നേരത്തെ സ്മൂത്തനിങ് ചെയ്തിരുന്നത് കൊണ്ട് നമുക്ക് പകുതി സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആണ്, പകുതി വെർജിൻ ഹെയർ ആണ്. അപ്പോൾ ഈ വെർജിൻ ഹെയറിൽ മാത്രമേ നമ്മുടെ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഹെയറിൽ ഫുള്ള് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞു, ഫുൾ സ്ട്രെയിറ്റ് ആക്കി നമ്മളിങ്ങനെ ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ക്രീം ആപ്ലിക്കേഷൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അത് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിനുശേഷം വേണം നമ്മൾ വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.